മാസത്തിലും അവസാനത്തെ ചൊവ്വാഴ്ചയാണ്. ഓണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ മുതിരി വലിയ പള്ളി. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഇറങ്ങിയാണ് നമ്മള്. ഞാൻ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോവായി. പപ്പൂസ് സ്കൂളിൽ ട്യൂഷന് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വൈകിട്ട് 8 മണിയായി. അപ്പം 7:45 പോയി. നമുക്ക് കുറേ അമ്പലത്തേക്ക് പ്രാർത്ഥനയും വഴിപാടും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാണ് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ നമ്മളെന്താ വെച്ചാൽ അടുത്ത ചൊവ്വാഴ്ച നമ്മളെ അവിടുത്തെ താലപ്പൊലിയാണ് ചാത്തങ്കോട്ട അമ്പലത്തിൽ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണും വേണം. ഇനിയിപ്പോൾ ഞങ്ങളെന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഡെയിലി പറഞ്ഞാൽ നമ്മൾ പോകും. കാരണം ഡേറ്റ് എടുത്തു. ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുണ്ടാവും താലപ്പൊലിനെ കുറിച്ചൊക്കെ. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് പോണതും അമ്പലം കാണിക്കണതും എല്ലാം ആണ്. ഇപ്പം ഇന്നൊന്ന് വിശദമായിട്ട് ഫുള്ളായിട്ട് കാണിക്കണമെന്നുണ്ട്. ഓരോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഒന്ന് എല്ലാവരെയും വെച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പോയോട്ടെ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. നമ്മളെ തിരക്കിൻ്റെ ഒക്കെ പോലെ നമുക്ക് ചെയ്യണം. പോയേക്കാൻ സമയം കുറേ ആയിട്ടുണ്ട്. ഏതായാലും 10:30 വരെയൊക്കെ ഉണ്ടാവും അവിടെ. ഇപ്പൊ അത്യാവശ്യം ആൾക്കാർ വരുന്ന അമ്പലം തന്നെയാണത്. നമ്മള് ചാത്തങ്കോട്ട് പോകാം. നമ്മള് വരുന്നത് ചെറുകോട് റോഡ്, ചെറുകോട് വണ്ടൂർ റോഡാണ്. താലപ്പൊലിപ്പറമ്പ് ചാത്തങ്കോട്ട് അമ്പലം റോഡ്. ഇവിടെയൊക്കെ കച്ചവടവും വണ്ടികൾ നിർത്താനും എല്ലാം ക്ലീൻ ആക്കി. പിന്നെ വരുന്ന ആൾക്കാർക്ക് നമ്മളെ അമ്പലത്തിന്റെ വെള്ളം കൊടുക്കാനൊക്കെ എല്ലാ സൗകര്യങ്ങളും. ഇവിടെയൊക്കെ ഇനി കാല് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ ഇതാ നമ്മളെ പൂരപ്പറമ്പാണ്. ഇവിടെയൊക്കെ ഫുള്ള് ക്ലീൻ ആക്കി. നിർത്താനുള്ള തോന്നുന്നു. ഇവിടെയൊക്കെ നമ്മുടെ അലുവക്കച്ചവടവും ജിലേബി എല്ലാം ഉണ്ടാവും. അപ്പൊ ഇതാ നമ്മളെ അമ്പലത്തേക്കുള്ള എൻട്രി. നല്ല അടിപൊളിയാക്കിണ്ട്. വന്നപ്പോ തന്നെ ഇവിടെ പണി നടത്തിയിരുന്നു. കട്ട പതിച്ച് അവിടെ വരെ എത്തിയിട്ടല്ലേ ഇതൊക്കെ പണി കൊടുത്തു. ഇതാ നമ്മളെ താലപ്പൊലിന്റെ ബോർഡ്. ഇവിടെ വഴി ബ്ലോക്ക് അങ്ങോട്ട് വരും. പോയിക്കോളാം. നമ്മളെ അമ്പലത്തിലെ തിരുമേനിയാണ് രമേശ്. നമ്മളിപ്പം പഠിച്ച ക്ലാസ്മേറ്റ് കൂടിയാണ്. ഒരു ക്ലാസ്സിലല്ല പഠിച്ചത്, പക്ഷെ നമ്മൾ ഒരുമിച്ചാണ്. അപ്പൊ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. നമ്മുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ശാസ്താവങ്ങോട്ടൂറും ശ്രീ തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രം. ഇവിടെ വർഷാവർഷങ്ങളിൽ നമ്മുടെ താലപ്പൊലി മഹോത്സവം കൊണ്ടാടുന്നുണ്ട്. എല്ലാ മേടമാസത്തിലും അവസാനത്തെ ചൊവ്വാഴ്ചയാണ് താലപ്പൊലി ഇവിടെ ഉണ്ടാകാറുള്ളത്. അതുവരെ നമ്മുടെ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോടെ കളമ്പാട്ട് നടക്കലുണ്ട്. അതിൻ്റെ കളമ്പാട്ടിൻ്റെ ഒടുവിലാണ് നമ്മുടെ ഈ താലപ്പൊലി നടക്കാറുള്ളത്. കാര്യമായിട്ട് എന്താ വെച്ചാൽ ഭഗവതി സ്വന്തം അച്ഛനെ കാണാൻ വേണ്ടി തൊട്ടടുത്തുള്ള
കുണ്ടട മഹാദേവ ക്ഷേത്രത്തിലേക്ക് ശിവനെ കാണാൻ വേണ്ടിയിട്ട് ആനപ്പുറത്ത് എല്ലാ പരിവാരങ്ങളോടും കൂടി അവിടെ പോയി അച്ഛനെ കണ്ട് മടങ്ങി വരുന്ന ഒരു ചടങ്ങാണ് താലപ്പൊലി മഹോത്സവത്തിന് കാര്യമായിട്ടുണ്ടാവുക. അപ്പോൾ ഈ ചാനലിലൂടെ ഞാനത് കാണലുണ്ട്, സന്തോഷേട്ടൻ്റെയും കുടുംബത്തിൻ്റെയും ചാനലൊക്കെ കാണലുണ്ട്, വളരെ ഭംഗിയാവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും താലപ്പൊലിക്ക് നമ്മുടെ ഈ പ്രദേശത്തേക്ക് വരണമെന്ന് ഈ ചാനലിലൂടെ അറിയിക്കുകയാണ്. എല്ലാവർക്കും, നിങ്ങളെ ഫാമിലിക്കും എല്ലാവർക്കും അമ്മയ്ക്കും ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭഗവതി കൊടപ്പുറത്ത് എഴുന്നള്ളുന്നതാണ്. അപ്പോൾ കൊട പിടിക്കുന്ന ആള് നമ്മുടെ ഈ പ്രദേശ നമ്പീശനാണ്. അദ്ദേഹമാണ് ഈ കൊട പിടിക്കുന്നത്. ഈ ചടങ്ങിൻ്റെ ഇടയിൽ, പാട്ടിൻ്റെ ഇടയിലും വിളക്കിൻ്റെ ഇടയിലൊക്കെ കൊട എഴുന്നള്ളിപ്പുണ്ട്. അപ്പോൾ കൊട എഴുന്നള്ളിക്കുന്ന ആളാണ് ഇദ്ദേഹം. 41 ദിവസത്തെ വ്രതം എടുത്ത് വളരെ പരിശുദ്ധിയോടുകൂടിയാണ് ഈ കൊട പിടിക്കാറുള്ളത്. ഇപ്പോൾ താലപ്പൊലീൻ്റെ അന്ന് നിങ്ങൾക്ക് ചൈതന്യമുള്ള ഈ ഒരു ചടങ്ങ് കാണാൻ വളരെ കൗതുകമാണ്. എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കുന്ന സംഭവമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു വേറെ എവിടെയില്ലാത്തൊരു ആചാരമാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലുള്ളത്. അപ്പോൾ കൊട പിടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് ഈ പ്രദേശത്തെ നമ്പീശനാണ്. ഇദ്ദേഹമാണ് കൊട പിടിക്കാറുള്ളത്. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ്. ഇത് കാണാനും ഈ ഭഗവതീൻ്റെ അനുഗ്രഹം നേടാൻ എല്ലാവരും ആ സന്നിധിയിൽ എത്തിച്ചേർന്നെന്ന്. ഭഗവതിന്റെ അനുഗ്രഹം അമ്മ പറഞ്ഞെടുത്തേ. അമ്മേന്റെ അനുഭവം പറയാലോ നമുക്ക്. എൻ്റെ അനുഭവം പറഞ്ഞു. ഞാൻ കുറേ വർഷമായി, ഒരു 40 വർഷമായി ഇവിടെ വന്നിട്ട് അന്ന് തൊട്ടേ ഉത്സവം കാണാനും. അപ്പോൾ അന്നേത്തെക്കാളും എത്ര പുരോഗതി വന്നു ക്ഷേത്രത്തിന്. എത്ര ആൾക്കാരും എന്തെല്ലാം പരിപാടികളും നമ്മളെ എന്തെന്ന് പറഞ്ഞാലും സാധിക്കണ സാധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. നമ്മളെനിക്ക് എൻ്റെ അനുഭവം, ഞാൻ അൻസുഖമായിട്ട് താല്പര്യക്ക് വരാൻ പറ്റൂലേ. അപ്പോൾ ഇന്നലെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് പൂർണ്ണമായിട്ടും മാറി. ഇന്നലെ ഡോക്ടറിന് ഇത്രയും സന്തോഷപ്പെടാതിരിക്കാനും രാവിലെ തൊട്ട് വന്ന് ഇത് ഞങ്ങൾ എഴുന്നള്ളത്തം പോകുന്ന വരെ ഇവിടെ ഇരുന്ന് കാണാനും അതിനുള്ളൊരു അനുഗ്രഹം എനിക്ക് തന്നു തരുന്നു. എത്രയും ഭഗവതീൻ്റെ അനുഗ്രഹം പ്രത്യക്ഷം തന്നെയാണ്. എല്ലാവർക്കും പ്രാർത്ഥിച്ചാൽ തന്നെ അനുഭവത്തിൽ വരുന്ന ഒരുപാട് ആൾക്കാർ വരലുണ്ട് ഇവിടെ. എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതാ നമ്മളെ ഗൗരിക്കുട്ടി നമ്മള് കഴിഞ്ഞ വർഷം അതേപോലെ ഇവിടെ വന്നപ്പോ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. അപ്പൊ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ വർഷം അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വെച്ചിട്ട് കണ്ടു. ഉണ്ടല്ലേ പാട്ട്, സംഗീതം, ഡാൻസ് ഒക്കെ ഉണ്ട്. നമ്മളെ ഫ്രണ്ടിന്റെ മോളാട്ടോ. അതെ, ഇവിടെ വന്നപ്പോ കണ്ടു. അപ്പൊ ഇപ്രാവശ്യം SLC എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്നാണ് റിസൾട്ട്. നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ, അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പൊ ഗൗരിക്കുട്ടിക്ക് എന്തൊക്കെയാ പറയാനുണ്ട് നമ്മളെ താലപ്പൊലി? അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ളതാണ്. ഞാൻ ഇവിടെ തട്ടകത്തിലുള്ള ആളാണ്. ശാസ്താംകോട്ടൂർ ഭൗതിക്ഷേത്രത്തിലെ ഉത്സവം വളരെ ഇതായിട്ടാണ് നടക്കാറുള്ളത്. അപ്പോൾ മെയ് 13-ാം തീയതിയാണ്. ഇപ്പോൾ ഇന്നലെ 7-ാം തീയതി, ഇന്നലെയല്ല മിനിഞ്ഞാന്ന് 7-ാം തീയതി മുതൽ ഇവിടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നും ഇപ്പോൾ കുറേ ദിവസമായിട്ട് കളമ്പാട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന മെയ് 13-ാം തീയതി മേടം 30-ന് അതിഗംഭീരമായിട്ട് നമ്മളെ ശാസ്താംകോട്ടൂർ ഭൗതിയുടെ ഉത്സവം നടക്കുകയാണ്. എല്ലാവരെയും ക്ഷണിക്കുന്നു, ദേവി നാമത്തിൽ ക്ഷണിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഇതില് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ഈ പ്രാവശ്യം അതേമാതിരി വന്നില്ലേ, നമ്മള് കറക്റ്റ് ടൈമിൽ കണ്ടുമുട്ടി എത്തി. അതന്നെ ഒരു സംഭവമല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ പോയേക്കാം എന്നാലേ. പുതിയ പൂജ സ്റ്റോർ തുറന്നുണ്ട്. ഇപ്പൊ ഞാൻ സാധനങ്ങളൊന്നും കൊണ്ടുവരണ്ട വീട്ടിൽ നിന്ന്. എല്ലാതും ഉണ്ടല്ലേ ഇവിടെ. ഇതെന്നാ തുടങ്ങിയേ? ബുധനാഴ്ച. നമ്മളെ അടുത്തുള്ള ആളാണ് കേട്ടോ. അതിനെന്താ പേര്? സുമേഷ്. ഇപ്പൊ എല്ലാ പൂജാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയില്ല. ഇപ്പൊ തന്നെ നമ്മളിവിടെ കണ്ടല്ലോ ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുവരും. ഞങ്ങളും കൊണ്ടുവന്നു. അപ്പൊ ഇനി അതിന്റെ ആവശ്യമില്ല, ഇവിടെ തന്നെ ഉണ്ടൊക്കെ എല്ലാ പൂജാ സാധനങ്ങളും ഉണ്ടല്ലേ. നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇനി താല്പര്യക്കുന്ന എന്താ എണ്ണ ഉണ്ട്, തിരി, എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഓർഡർ സാധനം എത്തിച്ചു കൊടുക്കും. ഒരു അമ്പലത്തേക്കാണ് പൂജാ സാധനങ്ങൾ എല്ലാതും ഉണ്ട്. അതായത് വിളക്ക്, ചന്ദനത്തിരി, വിഗ്രഹങ്ങള്. അമ്മക്ക് വിളക്ക് ഇവിടുന്ന് വാങ്ങാം. അമ്മ എന്നാല് ഞായറാഴ്ച ഇനി വാങ്ങണ്ടല്ലോ പുറത്തുനിന്ന്. അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും വീട്ടിൽ നിന്ന്. ഞങ്ങളിപ്പോ ഞായറാഴ്ച ചേർത്താന്ന് ഗതിക്കുന്ന വിളക്ക്. അപ്പൊ ഇനി ഇവിടുന്ന് മേടിച്ച് ചേർത്താം. ആ
സന്തോഷമായി. അതാണ് അപ്പൊ വീഡിയോ പറഞ്ഞപ്പോ നോക്കി അപ്പൊ ഇങ്ങനെ കണ്ടു. പിന്നെ കൃഷ്ണവിഗ്രഹങ്ങള് തോർത്തുണ്ട്, പട്ട്, കായ്മുണ്ട്, നെയ്യ്, എല്ലാതും ഉണ്ട്. എല്ലായി ഫോട്ടോ എല്ലാതും ഉണ്ട്. പഴമയുടെ രുചിയൊക്കെ ഉണ്ട് കേട്ടോ. പഴമയുടെ രുചി ഉണ്ടല്ലേ? പുളിയച്ചാറ് അല്ല ഇതാകുമ്പോ എല്ലാതും വേണ്ടേ കുട്ടികൾക്ക്? ജീരകമുട്ടായി ഒക്കെ ഉണ്ട് കാണാം. ഇങ്ങനെ വരും എല്ലാതും ഫുള്ളാവും. എന്നാലും ഉള്ളത് ഭയങ്കര ഒരു ഇതായില്ലേ? അതാ പറഞ്ഞ നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. അപ്പൊ ഇനി താല്പര്യത്തിൽ വരുന്ന എല്ലാവരും സാധനങ്ങൾ കൊണ്ടുവരണ്ട. അമ്പലത്തിന്റെ തൊട്ട് മുൻവശത്ത് തന്നെ ഉണ്ട് എല്ലാ സാധനവും. എണ്ണ ആയാലും എന്ത് വേണമെങ്കിലും ഇവിടുന്ന് വാങ്ങിയിട്ട് അമ്പലത്തിൽ കൊടുക്കാം. വളരെ സന്തോഷത്തിലാണ്. ഇനിയിപ്പോ ഒന്നാമത് സന്തോഷം നിറഞ്ഞ ആളുകളാണ്. അപ്പൊ ഇന്നലെ തൊട്ട് പറഞ്ഞില്ലേ നമ്മള് എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. പിന്നെ ഞങ്ങളെ കൂടുതലും ഞങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ ഇതാണ്. ഞങ്ങൾ അമ്പലത്തേക്ക് പോരുക, അമ്പലം അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി കുറേ പോവാണ്ട്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഞായർ, തിങ്കൾ, ചൊവ്വ ഒക്കെ ഇവിടെ തന്നെയാവും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം എല്ലാവരും പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അപ്പുറത്തൊരു അമ്പലമുണ്ട്, കുണ്ടട ക്ഷേത്രം. അവിടെ അടയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മളവിടെ കാണില്ല. അപ്പം ഞാൻ കാണിച്ചു തരട്ടെ. ഫുള്ള് ഇവിടുത്തെ ഇനി പൂതം കെട്ടുന്നുണ്ട്, കാള കെട്ടുന്നുണ്ട്. അതൊക്കെ ഇന്നിപ്പോൾ നമ്മളെ നാട്ടിൽ കരിങ്കാളി, നമ്മൾ തൊട്ടടുത്ത് കരിങ്കാളി ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ പൂതംകെട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ അമ്പലത്തിൽ പണിയില്ലായിരുന്നു, അറിയാലോ. അപ്പൊ ഏതായാലും ഈ പ്രാവശ്യം നമ്മൾ ഉത്സവത്തിനിട്ട് വരാൻ പറ്റുമെന്ന് അത്രയും വിചാരിച്ചല്ല. മാറിയിട്ട് ഫസ്റ്റ് നമ്മൾ ഇങ്ങോട്ടാ പോകുന്നത്. നല്ല ജനങ്ങള്, ഇഷ്ടംപോലെ ആൾക്കാർ ഒരേ പല സ്ഥലത്തുനിന്ന് വരുന്ന അമ്പലമാണ് ശാസ്താവങ്ങോട്ടോർ അമ്പലം. നമ്മൾ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും. നമ്മളെ ദേശത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. എന്നാലും പുറത്തുള്ള നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ വന്നാലേ ഞങ്ങൾ അനുഭവം ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മളെ ഇപ്പൊ കൊറേ ആൾക്കാർക്ക് അനുഭവം ഉണ്ട്. എല്ലാരും പ്രാർത്ഥിച്ച് അത്രയും സുഖകരായും സന്തോഷമായും എല്ലാ കാര്യങ്ങൾക്കും. കാരണം പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്, വേറെ ഒന്നല്ല. അമ്മയെന്നൊക്കെ വിളി വിളിച്ചാൽ പുറത്ത് വരും. നമ്മളെല്ലാ കാര്യങ്ങളും നമുക്ക് ശരിയാക്കി തരും. പിന്നെ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ട്. പക്ഷെ ഓൽക്കൊന്നും യൂട്യൂബ് ചാനലില്ല. അപ്പൊ നമുക്ക് ആ ചാനലുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുതരാം. പക്ഷെ നമ്മൾ ഞാനിവിടെ കാണിക്കുമ്പോൾ പറഞ്ഞു തരട്ടെ അല്ലേ. അപ്പൊ നമുക്ക് പോവാ. സമയം ഒരുപാടായി. നമ്മളെ അമ്പലത്തെ തിരക്ക് ഭയങ്കര തിരക്കാണ്. ആ തിരക്ക് കഴിയാൻ നിൽക്കുന്നു കേട്ടോ. ഫുള്ള് തിരക്ക് കഴിഞ്ഞിട്ടാണ്. ഇന്നുണ്ട് മ്യൂസിക് എന്തൊക്കെ പരിപാടികൾ ഇന്ന് രാത്രി. പിന്നെ എന്താ വെച്ചാല് ഫുള്ള് തിരക്ക് കഴിഞ്ഞിട്ടാണ് നമ്മള് വിശേഷം എടുത്തത്. നിറച്ച ആൾക്കാരായിരുന്നു. അപ്പൊ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യം ഇത് അണക്ക് മാത്രല്ല എല്ലാവർക്കും. ആന വന്നിട്ട് ഇവിടെ ആനനെ കെട്ടിയിടുന്ന സ്ഥലം കേട്ടോ. രണ്ടോ ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആനയെ കെട്ടാന് ഉള്ള ഇതാണ് കുറ്റി. ഇപ്പളേ അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ആന വന്നാല് ഈ കോമ്പൗണ്ടിക്ക് വരില്ല. തിങ്കളാഴ്ച വന്ന് ഇവിടെ 3 ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം മുന്നത്തെ വർഷം 3 ആന ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ വെക്കും. മൂന്നാളെ വരിക്ക് ഇങ്ങനെ വെക്കും. എത്രയോ വിട്ട് നിക്കുള്ളൂ ഞങ്ങള്. പിന്നെ ഇപ്പൊക്കെ അല്ലേ ആന ഇടയണ ഓരോ സമയല്ലേ, അത് കാരണം ഒരാന ഉള്ളൂ. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ആനനെ. പണ്ട് മുതലേ ഇഷ്ടമാണ് കാണുന്നത്. തൊടാൻ അതിലേറെ ഇഷ്ടം. ആനേനെ ഇവിടുന്ന് കൊണ്ടുവന്ന് കുളിപ്പിച്ച് അമ്പലത്തെ കയറ്റി ചിപ്പട്ടൊക്കെ കെട്ടി പ്രദക്ഷിണം വെച്ച് ഇട്ടാണ് കൊടയും കൊണ്ട് ആണ്. നമുക്ക് ഒരാൾ നോക്കാം. ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ ഇവിടെ വീടെടുത്ത് നമ്മള് വിശേഷം എടുക്കുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല പരിപാടികള്. എന്നാലും നമ്മൾ കണ്ടല്ലോ നമുക്ക് എടുക്കാൻ പറ്റണത് തന്നെ. ഇനിയിപ്പോ ഞായറാഴ്ച പറഞ്ഞാല് അത്ര രസമുള്ളതാണ്. ഞായറാഴ്ച പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണ്. അപ്പൊ ഞായറാഴ്ചക്ക് അത്രയും രസമാണ്. രാവിലെ തൊട്ട് തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും വൈകുന്നേരം നല്ല കളമ്പാട്ട് കഴിഞ്ഞിട്ട് പോവാം. അത്ര ആൾക്കാർക്കും സൗകര്യം. പായസം കഴിച്ചിട്ട് സമാധാനം അല്ല. നോക്കിയേ കടല പായസമാണ് തോന്നണം.
ചെന്നിട്ട് എടുക്കാട്ടോ. ഇതാണ് നമ്മളെ കുണ്ടട ശിവക്ഷേത്രം. എപ്പോഴും പറയുവാണ്, എന്നാലും എഴുന്നള്ളത്തം വരുന്നത്. നട അടച്ചിട്ടുണ്ട്. സമയം കുറയട്ടെ. ഇത് 9 മണിയാകുമ്പോഴേക്കും അടയ്ക്കും. അവിടെ നമുക്ക് സമയം വൈകിട്ടേ നമുക്ക് പറ്റിയില്ല. ഇനി അവിടുത്തെ കാര്യങ്ങളും നമ്മളെ ഇതിനോടനുബന്ധിച്ചുള്ള ചില ആൾക്കാർക്ക് ഐതിഹ്യം കേൾക്കാണ്ടാവുമല്ലോ. അപ്പൊ എന്താ വെച്ചാല് എല്ലാരും നോട്ടീസിലൊക്കെ ഉണ്ട് ഐതിഹ്യം കേട്ടോ. അപ്പൊ ഇനി എന്താ വെച്ചാൽ ഇനി വരുമ്പോ ഞായറാഴ്ച വരുമ്പോ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ ഇവിടെ ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ട്. നമ്മള് ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ ഘോഷയാത്ര വരുന്ന അമ്പലാണ്. നമുക്ക് ചുറ്റും കുറെ അമ്പലമുണ്ട്. നമ്മളെ കമന്റില് വീഡിയോ തന്നെ പറയലുണ്ട് അമ്പലം പള്ളിയുണ്ട്. അതെ, വീഡിയോയില് പറയലുണ്ട് നമുക്ക് തീരെ പോവാൻ അമ്പലങ്ങളൊന്നും ഇല്ല എടുത്ത്. അപ്പൊ നിങ്ങളിങ്ങനെ പോണ കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷാണ്. ഇങ്ങനെ പറയലുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചുറ്റും കുറെ അമ്പലങ്ങളുണ്ട്. വിഷ്ണു ക്ഷേത്രം ഉണ്ട്, ശിവക്ഷേത്രം ഉണ്ട്, ഭഗവതി ക്ഷേത്രം ഉണ്ട്, അങ്ങനെ എല്ലാ ആരാധനാ ക്ഷേത്രങ്ങളും ഉണ്ട്. അപ്പൊ ചിലർക്ക് അതൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ കാണിക്കുമ്പോ നിങ്ങൾക്കും കൂടി അതൊരു സന്തോഷം, ഒരു എന്താ പറയാ ഇഷ്ടമല്ല ആവുന്ന് നമുക്കറിയാം അല്ലേ. പിന്നെ തിരിയണ സ്ഥലം എത്തി, എന്റെ വീടും എത്തിട്ടോ. തറവാട് മഞ്ചേരിന്ന് ഇങ്ങോട്ട് തിരിയാൻ വേണ്ടി എന്താ വെച്ചാലേ എല്ലാവർക്കും അറിയാം. അപ്പൊ എന്താ ചോദിച്ചാല് നമ്മള് പുതിയ ആൾക്കാർക്ക് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. പഴയ ആൾക്കാരൊന്നും ഇപ്പൊ അങ്ങനെ അല്ല കണ്ടിട്ട്. പുതിയ വന്ന ആൾക്കാരാണ് കുറെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നമ്മള് വീട്ടിക്ക് പോട്ടെ. നമുക്ക് സംസാരിക്കണ ശരിയല്ല. പിന്നെ നമുക്ക് അമ്പലത്തിൽ ചായ ഒന്നും കിട്ടിയിട്ടില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമുള്ളൂ ചായ. അല്ലല്ല, അവ ചായ കുടിച്ചിട്ടില്ലാന്ന് പറയാ. ചെന്നിട്ട് ചായ ഉണ്ടാക്കിട്ടാണോ കുടിക്കാം. ഇനിയിപ്പോ നാളെ നമ്മളെ ഞായറാഴ്ച നമ്മളെ വീട്ടിക്ക് പൂതവും കാളയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. പക്ഷെ അപ്പൊ നമുക്ക് ഓരോ പരിപാടികൾ ഉണ്ടായിട്ട് നമുക്ക് വീട്ടിൽ എപ്പോഴും എത്തുക അറിയില്ല. ഇനി പുതിയ വീടായിട്ട് ആദ്യമായിട്ട് വരാം. അപ്പൊ എന്തായാലും വീട്ടില് വേണം. നമുക്ക് വേറെ പരിപാടിക്ക് ക്ഷേനുണ്ട്. പക്ഷെ നമ്മളന്ന് പോണില്ല. എന്റെ തലേന്ന് പോയി പോരണം. പിന്നെ ഇതിന്റെ പിറ്റേന്നല്ലേ നമുക്ക് വേറെ പരിപാടിയില് കുറെ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെന്താ വെച്ചാല് നമ്മളെ ഒരു മീറ്റപ്പിന് ഒന്നും നമ്മള് പോവല്ല. ഒന്നായത് ഇങ്ങനെ അസുഖം കൊണ്ട്. ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ പോവാം. കുറെ നമുക്ക് ക്ഷണം ഉണ്ടാകണ്ട്. എല്ലാം നമ്മൾ വല്ല ഉൾപ്പെടുത്തല്ല. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് അവസരങ്ങളില്ലായിട്ടല്ല. അപ്പൊ തന്നെ സാഹചര്യം ഇപ്പൊ എപ്പോഴും പോരാ മതിയല്ലോ. നമ്മൾ ഹാപ്പിയായി. പള്ളിപ്പടി മുതിരി അമ്മേന്റെ ചങ്ക് വർത്താനം പറയണോ? പോയി അല്ല, നമ്മളത് വീടിന്റെ പണിക്ക് തൊഴിലുറപ്പിന് പോകും. അപ്പൊ പള്ളിപ്പടി ഒന്ന് വരാൻ കാരണം ഞങ്ങൾ കാണിച്ചു തരാം. നമ്മളെ മുതിരി വലിയ പള്ളി. ഇതുകൊണ്ട് ഇവിടെ പള്ളിപ്പടി എന്ന് പറയും, മുതിരി എന്ന് പറയും. നമസ്കാര പള്ളിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടില് കഠിനമായ ഇത് ഭയങ്കര രസാട്ടോ. പ്രത്യേക ടേസ്റ്റ്. തിന്ന ചേച്ചി, ഇത് ഭയങ്കര മധുരമാണ്. പക്ഷെ നമുക്ക് ചായക്ക് ഇനി മധുരം വേണ്ട ആവശ്യമില്ല. ആ വല്ലാതെ തിന്നൂല ചേച്ചി, നല്ല മധുര. അനക്ക് മധുരത്തിനോട് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ നമ്മക്ക് രസം. അതില് ശർക്കര ഏതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇത് പറഞ്ഞാല് പ്രസാദമല്ല. നമുക്ക് ഇതേമാതിരി നമ്മള് എന്താ പറയാ ഒരു നീർച്ച അങ്ങനത്തെ സംഭവമല്ലേ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല തിന്നാല്. നാളികേരത്തിന്റെ ചെറിയ കൊത്തില്ലേ, അതുകൊണ്ട് എന്താ എടുത്തേക്ക നാളെ സന്ദേശിക്കണ്ടല്ലേ. ഇത് കേടില്ല കേട്ടോ. അതാണ് ഫ്രിഡ്ജിൽ വെച്ചാല് നാളെ നമ്മള് ഒരു പരിപാടിയുടെ പണി പോകണ്ടേ. അതിന് അപ്പൊ എന്നാല് നാളെ കാണാല്ലേ. എല്ലാവർക്കും ബൈ.